ടേക്ക് ഓവർ ചെയ്യും. നിന്റെ ഭാര്യ എന്നുള്ള പേര്, എന്റെ ആയുഷ്കാല അടിമ എന്ന സ്ഥാനം. മനസ്സിലായോ? മനസ്സിലായി. എനിക്ക് അവളെ എത്രയും വേഗം ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വന്നോളാം. അതിനു മുമ്പ് നീ അവളുടെ അപ്പന്റെ ഒരു ചിത്രം ഒന്ന് സംഘടിപ്പിച്ചു വെക്കണം. അത് ഞാൻ സംഘടിപ്പിച്ചു വച്ചാ മതി. എത്രയും വേഗം ഞാനങ്ങ് എത്തിക്കോളാം. പൊന്നുമണിയുടെ കാര്യത്തിനാ നമ്മൾ നമ്മുടെ സമയം എടുത്തത്. എന്നിട്ട് പൊന്നുമണി എന്താ ധൃതി പിടിച്ചങ്ങ് പോയത്? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചെന്നല്ലേ പറഞ്ഞത്? എന്തോ. അല്ല, മാഡത്തോട്. മാഡം അല്ല, ചേച്ചി. ശരി, ചേച്ചിയോട് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. എന്താ ചന്ദ്ര? ഈ കേസില് പൊന്നുമണിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നോ ശരത്ത് ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. ഇല്ലേ? സാധ്യത കുറവാ ചേച്ചി. കാരണം പൊന്നുമണി തന്നെയാ. ശരത്താണ് ക്രിസ്തുദാസ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നും, ഒരു മെറ്റീരിയൽ എവിഡൻസും പൊന്നുമണിയുടെ പക്കലില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നും അല്ല പൊന്നുമണി. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിക്കാനും അത്ര ചെറുതല്ലാത്ത കള്ളത്തരങ്ങൾ കാണിക്കാനും ധൈര്യം കാണിച്ചവളാ. അത് പ്രായത്തിന്റെ അവിവേകമല്ലേ ചന്ദ്ര? അത് നമുക്ക്, കോടതിക്ക് അങ്ങനെയല്ല. ഒരു തെളിവുകളും പൊന്നുമണിയുടെ പക്കലില്ല. ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റ് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ല. എന്തിന്? സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയ ആശുപത്രിയുടെ